ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. പാണക്കാട് തങ്ങൾ പ്രതികരിക്കും. വിജയം ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. ഇനി പ്രാദേശിക തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ അതും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതാണ് പറയാം. പാർട്ടിയുടെ പല ശക്തി കേന്ദ്രങ്ങളിലും ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സംവിധാനമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടോട്ടിയിലടക്കം മുസ്ലിം ലീഗിന് അടിപതറി. അങ്ങനെയല്ല, ഈ തെരഞ്ഞെടുപ്പിന് അങ്ങനെയല്ല വിലയിരുത്തേണ്ടത്. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു UDF സംവിധാനം നല്ല നിലയിൽ നിൽക്കേണ്ടതായിരുന്നു. അതാണിപ്പോൾ തങ്ങൾ പറഞ്ഞത്. UDF സംവിധാനം വളരെ നല്ല നിലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പൊതുവിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പായതുകൊണ്ട് മറ്റു പല ഘടകങ്ങളുമുണ്ട്. ഇത് കേവലം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രാദേശിക തിരഞ്ഞെടുപ്പിനെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വിജയം ഉണ്ടായിട്ടില്ല. എന്നാലും മലപ്പുറം ജില്ലയിലൊക്കെ UDF തന്നെയാണല്ലോ ഭൂരിപക്ഷം നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശദമായി വിലയിരുത്തിയതിന് ശേഷമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. BJP അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല സംസ്ഥാനത്ത്. പക്ഷേ BJP പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗീയത, അതിനെ എല്ലാ മതേതര വിഭാഗങ്ങളും കൂടി ചേർന്ന് വളരെയധികം എതിർക്കേണ്ടതുണ്ട്. അതൊരു വസ്തുതയാണ്. അതൊരു ഇഷ്യൂ അല്ല എന്നൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ഭരണത്തിന്റെ ഒരു തുടർച്ചയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. ഇപ്പം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതൊരു വിലയിരുത്തലായി. അതൊക്കെ ഇനി എല്ലാവരും കൂടി കൂട്ടായിട്ട് വിലയിരുത്തിയതിന് ശേഷം പറയേണ്ട കാര്യമാണ്. ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ ലീഗ് ഇപ്പം തരക്കേടില്ലാത്ത വിജയമെന്ന് പറയുമെങ്കിൽ തന്നെയും ജില്ലയിൽ ഇപ്പോൾ മൂന്ന് മുനിസിപ്പാലിറ്റികളിൽ LDF വന്നു, മറ്റു 2 മുനിസിപ്പാലിറ്റികളിൽ ജനകീയ മുന്നണി വന്നു. അങ്ങനെ പഞ്ചായത്തുകളിൽ 30ഓളം പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. ഈ ഒരു സാഹചര്യം പിന്നെ എങ്ങനെയാണ് തരക്കേടില്ലാത്ത വിജയം? അതൊക്കെ ഞങ്ങൾ തരണം ചെയ്യും. ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇതിനു മുമ്പുണ്ടായിട്ട് ഞങ്ങൾ വൻ തിരിച്ചുവരവ് നടത്തിയതാണ്. അതൊന്നും അത്ര വലിയ ഇഷ്യൂ അല്ല. തിരൂർ മുനിസിപ്പാലിറ്റി മുമ്പ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ പോയിട്ടുണ്ട്, പൊന്നാനി പോയിട്ടുണ്ട്, മലപ്പുറം പോലും പോയിട്ടുണ്ട്, മലപ്പുറം മഞ്ചേരിയും പോയിട്ടുണ്ട്. എന്നിട്ട് പാർട്ടിക്ക് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അതിനൊക്കെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പ് അത്ര വലിയ പ്രതിസന്ധിയല്ല. അതെ, ആ തിരിച്ചടി ഇപ്പം ഉണ്ടായിട്ടില്ലല്ലോ. 20 വർഷത്തിന് ശേഷം പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അത് സമ്മതിച്ചോ, തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, UDFൽ വേണ്ടത്ര ഐക്യം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല. അതൊരു ഘടകമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഈ തിരിച്ചടിയെ ഞങ്ങൾക്ക് പിന്നെ മറികടക്കാൻ പറ്റും. അതാണ് ഇപ്പം അത്രയും മതി. ഇപ്പം ഇതൊരു ഇൻ്ററിം പറച്ചിലാണ്. പല പഞ്ചായത്തുകളും ഇപ്പോൾ 2 നിങ്ങൾ പരസ്പരം മത്സരം നഷ്ടമായി, മാറാക്കര അടക്കമുള്ള പല പഞ്ചായത്തുകളും. ഇതൊക്കെ എങ്ങനെ മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മറികടക്കും അല്ലേ? ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, മറികടക്കും ഞങ്ങൾ. അല്ല, തങ്ങൾ അത് ഞങ്ങൾ മറികടക്കും. ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെന്നുണ്ടെങ്കിൽ അത് മറികടക്കും. കാര്യങ്ങൾ പരിശോധിച്ചിട്ട് നമുക്ക് മറികടക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വളരെ വിശദമായി വിലയിരുത്തും. റിസൾട്ട് തന്നെ മുഴുവൻ വരാത്ത സാഹചര്യത്തിൽ നമ്മൾ മുഴുവൻ വിലയിരുത്താൻ കഴിയും. പാർട്ടി ഇത് സംബന്ധിച്ച് വളരെ വിശദമായി വിലയിരുത്തും. ഒന്നാമത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ UDF സംവിധാനം വേണ്ടത്ര ഇല്ല. സ്ഥാനാർത്ഥികളുടെ പ്രശ്നമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ, ഞങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ. അതുകൊണ്ട് 100% പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ല ഇത്. പൊളിറ്റിക്കലായിട്ട് ലീഗിനോ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ ഇപ്പോൾ UDFനോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് മുഴുവനായിട്ട് വിലയിരുത്തട്ടെ, ഇതിനു ശേഷം ബാക്കി പറയാം. പാലയിൽ വൻ വിജയം നേടി UDF എന്ന് പറഞ്ഞു. പാലയിൽ മാത്രമാണ് വിജയം നേടിയിട്ടുള്ളത്. അല്ലല്ല, UDF അതാണ് അദ്ദേഹത്തിൻ്റെ നാടിനെ കുറിച്ച് പറയാനുള്ള അവകാശമില്ല. അങ്ങനെ പറഞ്ഞതാണ്. ഇനി മതി. ഇത്ര തന്നെ നിങ്ങൾ ബാളം വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ UDF യോഗം നേരത്തെ വേണമെന്ന് ആവശ്യപ്പെടുമോ? UDF യോഗം ഇല്ല, അങ്ങനൊന്നുമില്ല.